2 വർഷത്തിന് ശേഷം നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ദിശാസൂചകമായിട്ടാണ് മിഡ് ടേം പൊതുതെരഞ്ഞെടുപ്പ് അറിയപ്പെടുന്നത്. പാർലമെന്റിന്റെ അധോസഭയായ ജനപ്രതിനിധി സഭയിലേക്കും ഉപരിസഭയായ സെനറ്റിലേക്കുമാണ് തെരഞ്ഞെടുപ്പ്. ജനപ്രതിനിധി സഭയിൽ 4 വർഷമായി റിപ്പബ്ലിക്കൻ പാർട്ടിക്കാണ് മേൽക്കൈ. ആകെയുള്ള 435 അംഗങ്ങളിൽ 233 പേരും റിപ്പബ്ലിക്കന്മാരാണ്. ഡെമോക്രാറ്റുകൾ 199 മാത്രം. ഇന്നത്തെ തെരഞ്ഞെടുപ്പിലും റിപ്പബ്ലിക്കൻ പാർട്ടി തന്നെ മേൽക്കൈ നിലനിർത്തുമെന്നാണ് സൂചന. ഉപരിസഭയായ സെനറ്റിൽ 2006 മുതൽ ഡെമോക്രാറ്റുകൾക്കാണ് ഭൂരിപക്ഷം. 100 അംഗ സഭയിൽ 2 സ്വതന്ത്രർ ഉൾപ്പെടെ 55 പേർ ഡെമോക്രാറ്റ് പക്ഷത്താണ്. ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 6 സീറ്റെങ്കിലും അധികം നേടി സെനറ്റിലും റിപ്പബ്ലിക്കൻ പാർട്ടി ഭൂരിപക്ഷം പിടിക്കുമോ എന്നാണ് നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. ഫലം എങ്ങനെയായാലും പ്രസിഡന്റിന്റെ അധികാരത്തിന് ഭീഷണിയൊന്നുമില്ല. പക്ഷേ നിയമനിർമ്മാണ നടപടിക്രമങ്ങളിൽ പഴയതുപോലെയുള്ള സ്വാതന്ത്ര്യം നഷ്ടമാകും. 2 തവണയിലധികം മത്സരിക്കാൻ കഴിയാത്തതിനാൽ 2016-ൽ ഒബാമ മത്സരരംഗത്തുണ്ടാകില്ല. 36 സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെയും 46 സംസ്ഥാനങ്ങളിലെ നിയമസഭാംഗങ്ങളെയും 20ഓളം നഗരങ്ങളിലെ മേയർമാരെയും ഇന്നത്തെ പൊതുതെരഞ്ഞെടുപ്പ് വഴി തെരഞ്ഞെടുക്കും. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.